വാസ്തവത്തിൽ എനിക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട്. ചാനലുകളിലെ ബഹളം, പത്രങ്ങളിലെ ബഹളം, ഇതൊക്കെ കാണുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയുമായിട്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അതിൻ്റെ യോഗത്തിൽ മോദി പോയിരുന്നു. മോദിക്ക് അവിടെ ഒരു ഹീറോയിക് വെൽക്കം ഉണ്ടായി. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. എല്ലാവരും വളരെ അന്തസ്സായിട്ട് പെരുമാറി. മോദി ഷൈൻ ചെയ്തു. ഓക്കെ, ഫൈൻ. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിലും പത്രങ്ങളിലുമൊക്കെ വരുന്ന വാർത്തകളും അതിൻ്റെ ഹൈപ്പും ഒക്കെ കണ്ടാൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളെന്തോ ചൈനയുമായിട്ട് വലിയ കൂട്ടുകെട്ടിലായി. ഇനിയിപ്പോൾ ചൈന നോക്കിക്കോളും, നമ്മളൊന്നും ചെയ്യണ്ട, നമുക്ക് വിശ്രമിക്കാം, ഒരു പ്രശ്നവുമില്ല, അമേരിക്ക ഇനിയൊന്നും ചെയ്യാനുമില്ല, അമേരിക്കയെ നമ്മൾ മൈൻഡ് ചെയ്യുകയും വേണ്ട. ഈ ഒരു രീതിയിലാണ് നരേഷൻ പോകുന്നത്. പ്രധാനമായിട്ടും അതിൽ ഞാൻ കണ്ടത് ഒരു വിക്ടറി ഡേ പരേഡ് ചൈനയിൽ നടന്നു. ആർമി പരേഡ്, അവരുടെ സൈനിക ശക്തി വിളിച്ചറിയിച്ച വലിയ പരേഡ്. അവരുടെ പരേഡ് കാണാൻ വളരെ ഭംഗിയാണ്. ഒരുപക്ഷെ ലോകത്തിലേക്കും ഭംഗിയുള്ള രണ്ട് പരേഡുകളിൽ ഒന്ന് അവരുടെയാണ്, മറ്റൊന്ന് നമ്മളുടെ ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡാണ്. ക്ലോക്ക് വർക്ക് പ്രിസിഷനിൽ, മെഷീൻ പ്രിസിഷനിൽ ചലിക്കുന്ന കൈയും കാലുമായിട്ട് പട്ടാളക്കാരുടെ നിര. അത് സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റയാൾ വരുന്നതായിട്ട് തോന്നുള്ളൂ. അത്രയ്ക്ക് ഒരു മില്ലിമീറ്റർ വ്യത്യാസം പോലും ഇല്ലാതെ കൈയും കാലുമെല്ലാം ചലിക്കും. വളരെ ഭംഗിയാണ്. അവരുടെ ആയുധങ്ങളുടെ ഡെമോൺസ്ട്രേഷനും ഉണ്ടായിരുന്നു. വലിയ ഭീമൻ മിസൈലുകൾ, ടാങ്ക്, അത് ഇത് എല്ലാം കാണിച്ചുകൊണ്ട്. അതിൽ നരേന്ദ്രമോദി പങ്കെടുത്തില്ല. ഈ പങ്കെടുത്തില്ല എന്ന കാര്യം മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കാഴ്ചക്കാരെ അറിയിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഈ പരേഡിൻ്റെ തൊട്ടു മുമ്പ് നരേന്ദ്രമോദി തിരിച്ച് ഭാരതത്തിലേക്ക് വന്നിരുന്നു. എന്താ ഈ വിക്ടറി പരേഡ്? വിക്ടറി പരേഡ് എന്ന് വെച്ചാൽ 1945 ജപ്പാൻ ചൈന വിട്ടൊഴിഞ്ഞു. ജപ്പാൻ തോറ്റല്ലോ രണ്ടാം ലോക യുദ്ധത്തിൽ. അപ്പോൾ സെപ്റ്റംബർ 1 മറ്റോ ജപ്പാൻ കീഴടങ്ങി. സെപ്റ്റംബർ 2-3 തീയതിയാണ് ഔദ്യോഗികമായിട്ട് ചൈനയിൽ നിന്ന് ജപ്പാൻ ഒഴിഞ്ഞു പോകുന്നത്. ചൈനയെ ജപ്പാൻ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ കാണുന്ന ജപ്പാൻകാരല്ല അന്നത്തെ ജപ്പാൻകാർ. ഇപ്പോൾ ഇങ്ങനെ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുനിയുകയും പുഞ്ചിരിക്കുകയും മര്യാദയ്ക്ക് പെരുമാറുകയും ചെയ്യുന്ന ജപ്പാൻകാരുടെ ചരിത്രം വളരെ മോശമാണ്. മഹാക്രൂരന്മാരായിരുന്നു ജപ്പാൻകാർ ഒരു കാലത്ത്. അവരുടെ അത്രയും ക്രൂരതകൾ മറ്റാരെങ്കിലും ചെയ്തു ഒരുപക്ഷെ ഹിറ്റ്ലറോ സ്റ്റാലിനോ ഒക്കെ അവർക്കൊപ്പം നിൽക്കുമായിരിക്കും. അത്രയ്ക്ക് ക്രൂരന്മാരായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻകാർ. അങ്ങനെ ചൈനക്കാരെ അവർ ബലാത്സംഗം ചെയ്തു, ആണുങ്ങളെ കൊന്നു, ഒരുപാട് അക്രമങ്ങൾ ചൈനയിൽ കാണിച്ചു കൂട്ടി. 1/3 ചൈന ജപ്പാൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് മോചനം കിട്ടിയ ദിവസമാണ് സെപ്റ്റംബർ 3. അതിൻ്റെ ആഘോഷമാണ് അവരുടെ വിക്ടറി ഡേ. ഈ വിക്ടറി ഡേയിൽ പങ്കെടുത്ത ആൾക്കാർ നോക്കൂ, 26 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 28 എന്നും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം 26 രാജ്യങ്ങളാണ്. പോട്ടെ, 26 ആയാലും 28 ആയാലും നമുക്കതിൽ വിരോധമൊന്നുമില്ല. അതിലേറ്റവും മുമ്പിൽ നിന്നത് ഷീ ജിൻപിങ്ങിൻ്റെ രണ്ട് വശത്തുമായിട്ട് നമ്മുടെ നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ, ഇപ്പുറത്ത് റഷ്യയിലെ വ്ളാദിമിർ പുതിൻ. ഇതായിരുന്നു ഫസ്റ്റ് ലൈൻ. ബാക്കി പിന്നെ പുറകിൽ ഒരുപാട് പേര് നിന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വരെ. അങ്ങേർക്ക് എന്താ അവിടെ കാര്യം എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങേര് നിന്നു. മോദി നിന്നില്ല. കാരണം ജപ്പാന് തോൽപ്പിച്ചതിൻ്റെ ആഹ്ലാദം ചൈന പ്രകടിപ്പിക്കുമ്പോൾ ഇന്ത്യ അതിൻ്റെ ഒരു ഭാഗമാകാമോ? പാടില്ല, പറ്റില്ല. നമ്മളൊക്കെ ധരിക്കുന്ന പോലെ
ചൈനയെ ഒരു അഭയസ്ഥാനമായിട്ടൊന്നുമല്ല നമ്മളുടെ രാജ്യവും അതിൻ്റെ പ്രധാനമന്ത്രിയും കണ്ടിരിക്കുന്നത്. ഒരു സ്ട്രാറ്റജിക് അലയൻസ്. ഇപ്പോൾ ഈ ട്രംപ് ഇത്രയും ബഹളം വെച്ച സ്ഥിതിക്ക് SCOയ്ക്ക് ഈ പ്രാധാന്യം കിട്ടിയതാണ്, ഇല്ലേ? SCO മീറ്റിംഗ് ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് പല തവണ. അന്നൊന്നും ഇത്ര വലിയ ഹൈപ്പ് ഉണ്ടായില്ല. ഇത്തവണ എന്താ കണ്ടോടാ ട്രംപ് എന്നുള്ളൊരു ഭാവത്തിൽ ഈ രാഷ്ട്രത്തലവന്മാർ കൂടിയപ്പോഴാണ് ആ ലോകക്രമം മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹൈപ്പ് ഉണ്ടായത്. ഇന്ത്യൻ മീഡിയയാണ് പലപ്പോഴും ഇത് ലോകക്രമം മാറുന്നു എന്നുള്ള മട്ടിൽ അവതരിപ്പിച്ചത്. മറ്റാരും അങ്ങനെ ചെയ്തില്ല. മറ്റുള്ളവർ ചെയ്തത് ലോകത്തിലെ ഏറ്റവും ശക്തരായ 4 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ ചൈനയിൽ ഒത്തുചേരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഭാരതം ഒരു ശക്തിയാണ് എന്നർത്ഥം. ആദ്യത്തെ 4 ശക്തികൾ എടുത്താൽ അതിൽ 1 ഭാരതമാണ് എന്നർത്ഥം. അതല്ലാതെ ലോകക്രമം മാറ്റിമറിയാൻ പോകുന്നു, ഇനിയിപ്പോൾ അവരാണ് നേതാക്കന്മാർ, അമേരിക്കയുടെ ഗ്യാസ് പോയി ട്രംപിനോട് വീട്ടിൽ പോയിരിക്കാൻ പറ എന്നൊക്കെയുള്ള മട്ടിലുള്ള പ്രചരണം യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. നോക്കൂ, ഇപ്പോഴും ട്രംപുമായിട്ട്, അതായത് അമേരിക്കയുമായിട്ട് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ വന്ന 50% ഈ താരിഫ് പ്രശ്നം, അത് ഇന്ന് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. ഏത്? അമേരിക്കയുമായിട്ടുള്ള ചർച്ച മുന്നോട്ട് പോകുന്നു. ഏകദേശം നവംബറായി കഴിയുമ്പോൾ ഞങ്ങൾ ഈ ഡിസ്പ്യൂട്ട് സെറ്റിലാക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിലും തലയ്ക്ക് വെളിയുള്ള ആൾക്കാർ ഈ ട്രംപിൻ്റെ ബഹളം, പത്രക്കാരുടെ മുമ്പിലുള്ള വാചകമടി ഇതൊന്നും നോക്കണ്ട. കാര്യങ്ങൾ കർട്ടന് പിറകിലോ സമാന്തരമായിട്ടോ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ട്, ഒരു വഴക്കുണ്ട്, അത് പറഞ്ഞ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം നവംബറായി കഴിയുമ്പോൾ, ചിലർ 100 ദിവസമെന്നും റിപ്പോർട്ട് ചെയ്തവരുണ്ട്. എന്ത് വാങ്ങിക്കോട്ടെ, 100 ദിവസമെങ്കിൽ 100 ദിവസം, അതിനുള്ളിൽ ഇത് സെറ്റിലാക്കിയിരിക്കും എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. ഹീ സൈലൻ്റ്ലി വർക്കിംഗ് ഓൺ ദാറ്റ്, ഹീ ആൻഡ് ഹിസ് ടീം. അപ്പോൾ അമേരിക്കയുമായിട്ട് ബന്ധം വിച്ഛേദിക്കാനൊന്നും ഭാരതത്തിന് ഉദ്ദേശമില്ല. ചൈനയുടെ മടിയിൽ കയറിയിരിക്കാനും ഉദ്ദേശമില്ല. പ്രത്യേകിച്ചും ജപ്പാനെ വെറുപ്പിച്ചുകൊണ്ട് ചൈനയുമായിട്ട് അടുക്കാൻ നമുക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ആദ്യം ജപ്പാനിൽ പോയതും പിന്നീട് ഈ ടിയാൻജിന്നിൽ പോയതും. അപ്പോൾ ഷീ ജിൻപിങ്ങിനെ കാണുന്നതിന് മുമ്പ് ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും കണ്ടിട്ട് അവരുടെ വാഗ്ദാനങ്ങളും ഒക്കെ ഉറപ്പാക്കിയിട്ടാണ് മോദി ചൈനയിലേക്ക് പോയത്. അതുകൊണ്ട് ചൈനയിൽ നമ്മൾ അഭയം തേടിയെന്നും ഇനിയിപ്പോൾ ചൈനയാണ് നമ്മുടെ രക്ഷകനെന്നും അവരെല്ലാം നോക്കിക്കൊള്ളുമെന്നും വിചാരിക്കുന്നത് മണ്ടത്തരമാണ്, മൗഢ്യമാണ്. അങ്ങനെ വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ധാരാളമുണ്ട്. അതാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പെട്ടെന്നൊരു രോമാഞ്ചം വരുമല്ലോ ചൈന എന്ന് കേൾക്കുമ്പോൾ. ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞിട്ട്, ഇറ്റ് ഈസ് ഓൾ ഫൂളിഷ്. ചങ്കിലെ ചൈനയൊന്നും അല്ല. നോക്കൂ, നമ്മൾ നന്നാവുന്നതിൽ ചൈന സന്തോഷിക്കുന്നത് എന്തിനാണ്? ആരെങ്കിലും സന്തോഷിക്കുമോ? ലോകരാജ്യങ്ങളിൽ ആരെങ്കിലും കൊള്ളാം, ഇവൻ നമ്പർ 1 ആണ്, എന്നേക്കാൾ മേലെയാണ്, ശരി വെച്ചടി കയറ്റം വരട്ടെ അവന് എന്ന് ആരെങ്കിലും തുറന്ന് സമ്മതിക്കുകയോ മനസ്സുകൊണ്ട് ആശീർവദിക്കുകയോ ചെയ്യുമോ? ഒരിക്കലുമില്ല. തൻ്റെ തോളറ്റം പോലും, മുട്ടറ്റം പോലും ആരും എത്തരുതെന്നാണ് ഓരോ രാജ്യത്തിൻ്റെയും ആഗ്രഹം. പിന്നെ ആഗ്രഹം സാധിക്കുന്നില്ല, വേറൊരു കാര്യം. അപ്പോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്, ഇന്ത്യ വളർന്നു വരുന്നത് ചൈനയ്ക്ക് താങ്ങാൻ പറ്റില്ല, അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റില്ല, റഷ്യയ്ക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പരസ്പരം തോളത്ത് കൈയിടുന്നതോ അത് സ്ട്രാറ്റജിക്കാണ്. ടൈം ബീയിങ് പലപ്പോഴും ഫോട്ടോ എടുക്കാനോ ഇതിനൊക്കെ ആയിരിക്കും. അമേരിക്കയിലെ ഒരു വിദഗ്ധൻ, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, അദ്ദേഹം ഈ SCO മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, SCO മീറ്റിങ്ങിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ വരും. ഇത് വന്നു കഴിഞ്ഞാൽ ലോകത്ത് വലിയ ബഹളം നടക്കും. കുറേ പേര് പറയും അമേരിക്ക തീർന്നു എന്ന് പറയും, കുറേ പേര് പറയും റഷ്യ ഉദിച്ചു വരുന്നു എന്ന് പറയും, ചിലർ പറയും ചൈനയ്ക്ക് അപ്പർ ഹാൻഡ് കിട്ടിയെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഈ ഫോട്ടോയുടെ പുറത്ത് കമൻ്റ് അടിക്കും. ബട്ട് ഈ ഫോട്ടോ വെച്ചല്ല നയതന്ത്രം നടക്കുന്നത്, അത് വെച്ചല്ല വ്യാപാരം നടക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും ഇട്ട് ആഘോഷിക്കാൻ കൊള്ളാം.
ചൈനയുമായിട്ട് നമ്മൾ ഗുഡ് ടേംസിലായി എന്ന് പറഞ്ഞു. ചൈന പറഞ്ഞു ഓൺ ദ സൈഡ് ലൈൻസ് ഓഫ് SCO കേട്ടോ, മെയിൻ ജോയിൻറ്റ് ഡിക്ലറേഷനിലൊന്നും അല്ല ഇത്. ചൈന പറഞ്ഞു അതിർത്തി തർക്കം അവിടെ നിൽക്കട്ടെ, നമുക്ക് ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ പറഞ്ഞത് മോദിയോടല്ല. ബട്ട് വിദേശകാര്യ വകുപ്പിൽ നിന്ന് അപ്പം തന്നെ അതിൻ്റെ കൗണ്ടർ വന്നു. അതിർത്തി തർക്കം നിലനിർത്തിക്കൊണ്ട് ട്രേഡ് മുന്നോട്ട് പോവില്ല, ചോരയും വെള്ളവും ഒരുമിച്ച് പോവില്ല. അതിനാൽ അതിർത്തി തർക്കവും കൂടെ ചേർന്ന് വേണം നമ്മളുടെ ചർച്ചകൾ നടക്കാൻ. SCO മീറ്റിങ്ങിൻ്റെ നടുക്ക് ഔദ്യോഗികമായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചതാണ്. ഇതിനർത്ഥം ഇന്ത്യ ചൈനയുടെ മടിയിൽ കയറിയിരിക്കാനോ ചൈനയുടെ ലാളന കൊണ്ട് സുഖിക്കാനോ ഒന്നും പോയതല്ല. എവറിത്തിങ് ഈസ് ബിസിനസ്, എവറിത്തിങ് ഈസ് സ്ട്രാറ്റജിക്. തന്ത്രപരമായ കൂട്ടുകെട്ടുകൾ മാത്രം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിൻ്റെ ക്ലീനായ മെസ്സേജാണ് ഈ വിക്ടറി ഡേ പരേഡിൽ നിന്ന് മോദി വിട്ടുനിന്നത്. എന്നാൽ സാങ്കേതികമായിട്ട് വിട്ടുനിന്നു എന്നും പറയാൻ പാടില്ല. മോദിയെ അവർ ക്ഷണിച്ചിരുന്നു. മോദി പറഞ്ഞു ഇല്ല, SCO മീറ്റിംഗ് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകണം, വിക്ടറി ഡേക്ക് നിൽക്കാനൊന്നും എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് മോദി അവിടെ നിന്ന് പോന്നു. ബട്ട് മറ്റ് രാഷ്ട്രത്തലവന്മാരും അഡീഷണലായിട്ട് നോർത്ത് കൊറിയയിൽ നിന്ന് കിം ജോങ് ഉന്നും അവിടെ എത്തി. കിം ജോങ് ഉൻ വളരെ വാത്സല്യത്തോടെയാണ് പുടിൻ കൊണ്ടു നടന്നത്. അവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. കിം ജോങ് ഉന്നിൻ്റെ 10,000 പട്ടാളക്കാർ റഷ്യയിലുണ്ട്, യുക്രൈൻ യുദ്ധത്തിൽ ഏർപ്പെട്ടവരുണ്ട്. കിം ജോങ് ഉൻ അഥവാ വടക്കൻ കൊറിയ ചൈനയുടെ ഒരു ഗുണ്ടയാണ്. ഇവർക്കൊക്കെ ഇവരുടേതായ ഗുണ്ടകളുണ്ട്. ചൈനയുടെ ഗുണ്ടയാണ് ഈ ഉത്തര കൊറിയ. ചൈനയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, അന്താരാഷ്ട്ര തലത്തിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, ഇതൊക്കെ നോർത്ത് കൊറിയ, അത് ഉത്തര കൊറിയയെ ഏൽപ്പിക്കും. ഈ പൊട്ടനുണ്ടല്ലോ കിം ജോങ് ഉൻ, ഇയാളത് വിളിച്ചു പറയും അല്ലെങ്കിൽ ചെയ്യും. ഇതിനാണ് കിം ജോങ് ഉന്നിനെ നിർത്തിയിരിക്കുന്നത് വേറെ രാജ്യമായിട്ട്. വാസ്തവത്തിൽ റഷ്യയുടെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഉത്തര കൊറിയ, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ചൈനയുടെ എക്സ്റ്റൻഷനാണ് ഉത്തര കൊറിയ. റഷ്യയ്ക്കുമുണ്ട് ഇതുപോലെ ഒരു പോക്രിയായ ഭൃത്യൻ ബെലാറസ്. റഷ്യയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ബെലാറസിനെ കൊണ്ട് പറയിക്കും. ചോദിച്ചാൽ പറയല്ല, അത് ബെലാറസ് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകും. കാരണം ബെലാറസ് വേറൊരു രാജ്യമാണ്. ഫലത്തിൽ ബെലാറസ് എന്ന് പറയുന്നത് റഷ്യയുടെ അടിമയാണ് താൻ. ഇങ്ങനെ ഓരോ റൗഡികളെ ഓരോരുത്തർ പരിപാലിക്കുന്നു. പാകിസ്ഥാൻ 2 പേരുടെ റൗഡിയാണ്. ചൈനയുടെയും റൗഡിയാണ്, അവർക്ക് വേണ്ടിയിട്ടും കൊട്ടേഷൻ എടുക്കും, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടും കൊട്ടേഷൻ എടുക്കും. ഇതാണ് പാകിസ്ഥാൻ. ഇതിനിടയിൽ വിക്ടറി ഡേയിൽ ട്രംപ് വെറുതെ ഇരുന്നില്ല. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടു. ട്രംപ് പറഞ്ഞു, കൊള്ളാം, വിക്ടറി ഡേ, നല്ല മിടുക്കന്മാരാണ് നിങ്ങളുടെ പട്ടാളക്കാർ, നല്ല ഭംഗിയുണ്ട് മാർച്ച് കാണാൻ. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കാം, നിങ്ങളെ ജയിപ്പിച്ചത് ആരാണ്? ജപ്പാൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചത് അമേരിക്കയാണ്. ഞങ്ങളുടെ പട്ടാളക്കാരുടെ, അമേരിക്കൻ പട്ടാളക്കാരുടെ ചോര ചൊരിഞ്ഞാണ് നിങ്ങൾക്ക് ജപ്പാൻ്റെ പിടിയിൽ നിന്ന് മോചിക്കാൻ സാധിച്ചത്. അതോർക്കണ്ടേ? അതോർക്കണം. ഇത് ട്രംപ് പറഞ്ഞു. ട്രംപ് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഇത് കൂടാതെ ആ സന്ദേശത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ട്രംപിൻ്റെ പഞ്ച്. പിന്നെ ഇപ്പോൾ ഷീ ജിൻപിങ്ങിനെ അഡ്രസ്സ് ചെയ്താണ് ഈ മെസ്സേജ്. അതിലെഴുതുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അവിടെ പുടിനും കിം ജോങ് ഉന്നും ഉണ്ടല്ലോ, അവരോടും എൻ്റെ അന്വേഷണം അറിയിക്കണം. നിങ്ങൾ 3 പേരും കൂടിയാണല്ലോ അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്. ഇങ്ങനെ തന്നെ എഴുതി. യു ആർ കണ്ടക്റ്റിംഗ് കോൺസ്പിറസി എഗൻസ്റ്റ് അമേരിക്ക, ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് നന്മകൾ നേരുന്നു. സ്വന്തം ട്രംപ്. എങ്ങനെയുണ്ട് ട്രംപിൻ്റെ അടി? ട്രംപ് പബ്ലിക്കായിട്ട്, ഇതാണ് ട്രംപിൻ്റെ ഒരു ഗുണമോ ദോഷമോ, ഇത്ര ബ്ലണ്ടായിട്ട് കാര്യം ശരി, അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാമോ? ബട്ട് അങ്ങനെ വിളിച്ചു പറയുന്നു. ട്രംപിനെതിരെ ഇപ്പോൾ വലിയ ബഹളം അമേരിക്കയിൽ തുടങ്ങിയിട്ടുണ്ട്. അക്കാഡമിക് രംഗത്ത് കേട്ടോ, തെരുവിലൊന്നുമല്ല.
അക്കാഡമിക് രംഗത്ത് ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ട്രംപിനെ. നിങ്ങൾ കാണിച്ചത് മഹാമോശമായി പോയി, കണ്ടില്ലേ ഇന്ത്യ പോയിട്ട് ചൈനയുടെ കൂടെ കൂടിയിരിക്കുന്നു, വല്ല കാര്യമുണ്ടോ, നിങ്ങൾ തള്ളിവിട്ടതില്ലേ, 10-20 വർഷം ബാക്കിയുള്ള ഒരു ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തൊരു ബന്ധമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ. ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അവരെ അപമാനിക്കുക, അവർക്ക് 50% താരിഫ് അടിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ പിണക്കി അവർ ചൈനയുടെ ക്യാമ്പിലേക്ക് പോയി. ഈ ഒരു പ്രഷർ അക്കാഡമിക് രംഗത്തു നിന്നുള്ള വലിയ ആൾക്കാരുടെ, പഴയ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്ക് സള്ളിവൻ, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ജെഫ്രി സാക്സ്, ഇവരൊക്കെ ഇതിൻ്റെ കൂടെയുള്ളവരാണ്. ജെഫ്രി സാക്സ് ഇന്ത്യയോട് പറഞ്ഞത്, നിങ്ങൾ ക്വാഡിൽ നിന്ന് പുറത്തിറങ്ങണം, ക്വാഡൊന്നും വേണ്ട. ക്വാഡെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്വാഡ്രിലാറ്ററൽ, ചതുരം, ഭൂമിയിൽ ഒരു ചതുരം വരച്ചാൽ അതിൻ്റെ 4 മൂലയ്ക്കുള്ള രാജ്യങ്ങൾ, ഭാരതം, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഇങ്ങനെ അപ്രോക്സിമേറ്റ്ലി ഒരു ചതുരമാണ്. അതാണ് ക്വാഡെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്വാഡിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നേ, നിങ്ങൾക്ക് ബ്രിക്സ് മതി എന്നൊക്കെയാണ് ജെഫ്രി സാക്സ് പറയുന്നത്. ഭാരതം അതൊന്നും എന്തെങ്കിലുമൊക്കെ മറുപടിയൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം നമ്മളിപ്പോൾ ആരുമായിട്ടും അലൈൻ ചെയ്യാൻ തയ്യാറല്ല, അഥവാ എല്ലാവരുമായിട്ടും ഒരുപോലെ അലൈൻ ചെയ്യും. ഇതാണ് നമ്മുടെ നിലപാട്. ഇതിന് കാരണവുമുണ്ട്. നമ്മളും ചൈനയുമായിട്ട് ചേരുന്നു. ഈ ചേർന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചിത്രം ഈ ഓഗസ്റ്റ് 30 ഇറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. എറിത്രോമൈസിൻ ടു EVs, ഇലക്ട്രോണിക് വെഹിക്കിൾസ്, ഇത് നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങുന്നതാണ്. നോക്കൂ, വിസ്കോസ് യാൺ, തുണിയിൽ ചേർക്കുന്നതാണ്, നൂല്, 337 മില്യൺ, അത്രയും വർത്താണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. എറിത്രോമൈസിൻ ആൻറ്റിബയോട്ടിക്കാണ്, $166 മില്യൺ. എന്ത് കാര്യമാണ്! എറിത്രോമൈസിൻ എന്ന ഒരു ബേസിക് ആൻറ്റിബയോട്ടിക് നമുക്കിവിടെ ഇല്ലേ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ലോകത്തെ വലിയ ഉസ്താദ്മാരിൽ ഒരാൾ നമ്മളാണ്. എന്നിട്ടും അത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. നമ്മുടെ ഇറക്കുമതിയുടെ 97% എറിത്രോമൈസിനും ചൈനയിൽ നിന്നാണ്. 98.9, അതായത് 99% വിസ്കോസിയാണ്. 1% മാത്രമേ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. 99% ചൈനയിൽ നിന്നാണ് വാങ്ങുന്നത്. സിലിക്കൺ വേഫേഴ്സ് ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്നതാണ്. 96.8% ചൈനയിൽ നിന്നാണ്. സർക്കുലർ സോ ബ്ലേഡ്സ്, എനിക്ക് അത്ഭുതം തോന്നുന്നു, അറക്കവാൾ, സർക്കുലർ സോ ബ്ലേഡ് കട്ട് ചെയ്യുന്നത്, അത് 92%, അതായത് $100 മില്യൺ ഇറക്കുമതിയാണ്. നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങുന്ന, ഞാനോർത്തെന്തോ വലിയ ടെക്നോളജി അത് ഇത്, അങ്ങനെയൊന്നുമല്ല. അലൂമിനിയം പ്ലേറ്റ്സ് നമുക്കില്ലാത്തൊരു സാധനമാണ്. 265 മില്യൺ അലൂമിനിയം പ്ലേറ്റ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ 92% ചൈനയിൽ നിന്നാണ്. എംബ്രോയ്ഡറി മെഷീൻസ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എംബ്രോയ്ഡറി ചെയ്യുന്ന മെഷീൻ $352 മില്യൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, അതായത് ഏകദേശം 92%. ഇങ്ങനത്തെ ഐറ്റമൊക്കെയാണ് ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഇനി? 10ൽ 8 ലാപ്ടോപ്പും നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. അതായത് 80% ലാപ്ടോപ്പ് അത്ര വലിയ ടെക്നോളജിയാണോ എനിക്കറിയില്ല. മോർ ദാൻ 50% ഓഫ് സ്മാർട്ട് ഫോൺ പാർട്സ്, സ്മാർട്ട് ഫോണിൻ്റെ ഘടകങ്ങൾ, 80% ഓഫ് ലാപ്ടോപ്സ് ആൻഡ് ടാബ്ലറ്റ്സ്, 75% ഓഫ് ലിത്തിയം അയൺ ബാറ്ററീസ് ആർ ഇമ്പോർട്ടഡ് ഫ്രം ചൈന. മോർ ദാൻ 86% ഓഫ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ്, നമ്മളുടെ ടച്ച് സ്ക്രീനൊക്കെ, ഈ സാധനം 86% ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടിവിടെ മൊബൈലാണ്, കമ്പ്യൂട്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് അസംബിൾ ചെയ്യുന്നു.
ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ. അതിൽ വേറൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റ് ചില്ലറ സാധനങ്ങൾ, പ്ലാസ്റ്റിക്സ് ആൻഡ് പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് 6.3 ബില്യൺ, 6.3 മില്യൺ അല്ല, ബില്യൺ. ക്ലോക്സ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ, ടോയ്സ് ആൻഡ് ആർട്ട് 4.7 ബില്യൺ. കളിപ്പാട്ടങ്ങളും ക്ലോക്കും ഒന്നും ഇവിടെ ഇല്ലല്ലോ. എനിക്കറിയില്ല, നമ്മുടെ സ്വന്തം HMT പൂട്ടിയിട്ടിട്ട് ചൈനയിൽ നിന്ന് വാങ്ങുന്നു. ചോദിക്കുമ്പോൾ വില കുറവാണെന്നൊക്കെ പറയും. ഇവിടെ എന്താ വില കുറച്ചുണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് 3.5 ബില്യൺ. ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ്, ക്ലോത്ത് തുണി, ഇതല്ല, നൂലല്ല, തുണി തന്നെ മേടിക്കുന്നു. 3.5 ബില്യൺ. വല്ല കാര്യമുണ്ടോ? സിറാമിക്സ്, ഗ്ലാസ്, സ്റ്റോൺ ആൻഡ് സിമെൻറ്റ് പ്രോഡക്ട്സ് 2.3 ബില്യൺ. പിന്നെ ഫുട്വെയർ ആൻഡ് ചെരുപ്പ് മേടിക്കുന്നു 0.2 ബില്യൺ. 0.2 ആണെങ്കിൽ തന്നെ എന്താ, ബില്യണാണ്. ഇത് കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, അംബ്രല്ലാസ്, ഹെഡ് ഗിയർ, തൊപ്പി, കൊട, ആർട്ടിഫിഷ്യൽ ഫ്ലവർ, ഈ നമ്മുടെ കടലാസ് പൂ 0.1 ബില്യൺ. ഇതൊക്കെ ഈ സാധനമൊന്നും ഇന്ത്യയിൽ ഇല്ലാഞ്ഞിട്ടാണ്. ചുരുക്കി പറഞ്ഞ് 99 ബില്യൺ കടത്തിലാണ് നമ്മൾ. 99 ബില്യൺ ചൈനയുമായിട്ട്. അമേരിക്കയുമായിട്ട് 45 ബില്യണുമായിട്ട്, ചൈനയുടെ ഏകദേശം പകുതി. ഇതാണ് നമ്മളുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ ചൈനയുമായിട്ട് കൂട്ടുകൂടിയിട്ട് നമ്മൾ എന്ത് സാധിക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊക്കെ കൊണ്ടാണ് സൂക്ഷിച്ചും കണ്ടും മോദി നിൽക്കുന്നത്. അതുകൊണ്ട് ചൈനയുമായിട്ട് കൂടി ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല, ചൈന നമ്മളെ നോക്കിക്കോളും, അങ്ങനെയൊന്നുമല്ല. ചൈന നമ്മളെ ഇനി അഥവാ നോക്കിക്കോളുമെങ്കിൽ തന്നെ നമുക്കത് വേണ്ട. നമ്മൾ സ്വയം പര്യാപ്തരായിട്ടിരിക്കാൻ, ആത്മനിർഭർ ആയിരിക്കാൻ തീരുമാനിച്ചവരാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ആ ലൈനിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും രാജ്യവും മുന്നോട്ട് പോട്ടെ. അവരുടെ പട്ടാളത്തെ കണ്ടിട്ടോ അവരുടെ ബിസിനസ് കണ്ടിട്ടോ ഒന്നും നമ്മുടെ കണ്ണ് മഞ്ഞളിക്കരുത്. താങ്ക് യു.